ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആറാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാൻ വാർഷിക പരീക്ഷയ്ക്ക് ആവശ്യമായ പാഠഭാഗങ്ങളുടെ റിവിഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 8ാമത്തെ പാഠം മുതലാണ് വാർഷിക പരീക്ഷയ്ക്കുള്ളത്. നമുക്ക് പാഠഭാഗം നന്നായി മനസ്സിലാക്കാം. എന്നിട്ടൊരു ചോദ്യപേപ്പർ ഉണ്ട്, അതുകൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യണം. എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് പാഠത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാനുള്ളത്? 8ാമത്തെ പാഠം എന്താണിത് 8ാമത്തെ പാഠത്ത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും അരികിലൂടെ ഒരാൾ നടന്നുപോയി. അയാളുടെ കായിക ബലവും ആവേശവും അവർ മനസ്സിലാക്കി. സഹാബികൾ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയത്നിക്കുന്നവനായിരുന്നെങ്കിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ അവൻ്റെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങി തിരിച്ചവർ ആണെങ്കിലും അവൻ്റെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോയവനാണെങ്കിലും സ്വയം ജീവിതത്തെ സംശുദ്ധമാക്കാൻ വേണ്ടി യത്നിക്കുന്നവനാണെങ്കിലും അവരെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയത്നിക്കുന്നവരാണ്. ആരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയത്നിക്കുന്നവരെ? തൻ്റെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടോ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടോ സ്വയം ജീവിതം സംശുദ്ധമാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവനാണെങ്കിലും അവരെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയത്നിക്കുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറയുകയാണ്. എന്നാൽ ഒരാൾ ബാഹ്യപ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നതെങ്കിൽ അവൻ പിശാചിൻ്റെ മാർഗത്തിലാണ്. ആരാണ് പിശാചിൻ്റെ മാർഗത്തിൽ പ്രയത്നിക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട്, റിയാഅം വ മുഫാഖറതൻ വഹുവ ഫീ സബീലി ശൈത്താനി. അവൻ പിശാചിൻ്റെ മാർഗത്തിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യാൻ ആരാണുള്ളത്? അപ്പോൾ ആരാ വന്നത്? അബൂ ഹുറൈറ അന യാ റസൂലുള്ളാ, ഞാനുണ്ട് റസൂലേ എന്ന് മറുപടി പറയുന്നു. അപ്പോൾ അതൊക്കെ മാച്ച് ചെയ്യാൻ വരും. അബൂ ഹുറൈറ ആണ് അന യാ റസൂലുള്ളാ എന്ന് പറയുന്നത്, മാച്ച് ചെയ്യാൻ വരും. മനസ്സിലാക്കട്ടാ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് 5 കാര്യങ്ങൾ പറഞ്ഞു. അബൂ ഹുറൈറയുടെ കൈകൾ പിടിച്ചിട്ട് 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്താണ്? നിഷിദ്ധമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാവും. നിഷിദ്ധമായ കാര്യങ്ങളെ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാവും. 2, അല്ലാഹു തആല തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാവും. അടുത്തത് 3ാമത്തെ കാര്യം, അയൽവാസികളിലേക്ക് ഗുണം ചെയ്യുക. നീ ഒരു പൂർണ്ണ വിശ്വാസിയാവണമെങ്കിൽ അയൽവാസികളിലേക്ക് ഗുണം ചെയ്യുക. 4ാമത്തത്, നിനക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. നീ പൂർണ്ണമായ മുസ്ലിമാവും. 5ാമത്തത്, പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക. അധികച്ചിരി ഹൃദയത്തെ നിർജീവമാക്കും. പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക, അധികച്ചിരി ഹൃദയത്തെ നിർജീവമാക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങളിൽ നിന്ന് ചോദ്യോത്തരങ്ങൾ വരാം. ഹൃദയത്തെ നിർജീവമാക്കും. എന്താണ്? അധികച്ചിരി ഹൃദയത്തെ നിർജീവമാക്കും. മനസ്സിലാക്കുക. പിന്നെന്താണ്? പൂർണ്ണമായ മുസ്ലിം ആവുകയുള്ളൂ. എങ്ങനെ? നിനക്കിഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക, അതുവരെ എന്നാലേ നീ പൂർണ്ണ മുസ്ലിം ആവുകയുള്ളൂ. അതുപോലെ നീ ഒരു പൂർണ്ണ വിശ്വാസിയാകും. എപ്പോഴാണ്? അയൽവാസികളേക്ക് ഗുണം ചെയ്യുക. നീ ഒരു പൂർണ്ണ വിശ്വാസിയാകും. അടുത്തതാ, നീ വലിയ ഐശ്വര്യവാന്മാരാവും. എപ്പോഴാണ്? അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിലെ ഏറ്റവും വലിയ ഐശ്വര്യവാനാവും. അതുപോലെ നീ ഏറ്റവും വലിയ ആരാധകനാവുന്നത് എപ്പോഴാണ്? അള്ളാഹു നിഷിദ്ധമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാവും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരാം. മനസ്സിലാക്കുക.
പിന്നെ ഇതാര് ആരോട് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയുടെ കൈ പിടിച്ച് പറഞ്ഞതാണ്. അവസാനത്തെ ചോദ്യമായിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചിട്ട് എന്താണ് പറഞ്ഞത്? പറഞ്ഞ 5 കാര്യങ്ങൾ എഴുതാൻ വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ തദ്രിബാത്തുകളൊക്കെ നന്നായി നോക്കുക. കലിമാത്തുകൾ, മാനിൽ കലിമാത്തിൽ വന്ന മീനിങ്, അതുപോലെ മർഫദ്, മസ്ന, ജംകളൊക്കെ വരുന്നുണ്ട് തദ്രിബാത്തിൽ. അതൊക്കെ നന്നായി പഠിക്കണം. ഏതെങ്കിലും ഒന്ന് എന്തായാലും വരും. ഏതാ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാ തദ്രിബാത്തിലുള്ള മീനിങ്ങും ജംകൾ പറയുന്നുണ്ട്. അതും ഒക്കെ നന്നായിട്ട് പഠിക്കുക. തദ്രിബാത്തിൽ വന്ന ചോദ്യോത്തരങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് 9ാമത്തെ പാഠം. 9ാമത്തെ പാഠത്തിൽ എന്താണ് പറയുന്നത്? അബീ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക. എന്താണ്? 99 ആളുകളെ കൊന്ന ഒരാൾ. 99 ആളുകളെ കൊന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഭൂമിയിലെ ഏറ്റവും അറിവുള്ള ആളെ അന്വേഷിക്കുകയും അങ്ങനെ ഒരു പുരോഹിതൻ്റെ അടുത്ത് അയാൾ എത്തുകയും 99 മനുഷ്യരെ കൊന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഭൂമിയിലെ ഏറ്റവും അറിവുള്ള ആളെ അന്വേഷിച്ചു. അങ്ങനെ ഒരു പുരോഹിതനെ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പുരോഹിതൻ്റെ അടുത്ത് ചെന്ന അദ്ദേഹം പുരോഹിതനോട് ചോദിച്ചു, 99 വ്യക്തികളെ കൊന്ന എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് പുരോഹിതനോട് ചോദിക്കുകയാണ്. പുരോഹിതൻ മറുപടി പറഞ്ഞു, ഇല്ല എന്ന്. അദ്ദേഹത്തെയും അയാൾ കൊന്നു. അങ്ങനെ 100 പൂർത്തിയാക്കി. മിഅത്തൻ. അങ്ങനെ അദ്ദേഹം 100 പേരെ പൂർത്തിയാക്കി. പിന്നെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും അറിവുള്ള ആളെ അന്വേഷിക്കുകയും ഒരു പണ്ഡിതനെയും കൂടി അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ആ പണ്ഡിതൻ്റെ അടുത്ത് ചെന്ന് താൻ 100ഓളം കൊന്ന കാര്യം പറയുകയും അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതെ, തൗബക്ക് ആരാണ് തടസ്സം ഇടുക? നീ ഇന്ന സ്ഥലത്ത് പോകണം. അവിടെ അള്ളാഹുവിന് ആരാധനയിൽ മുഴുകിയ ധാരാളം ആളുകളുണ്ട്. നീ അവരോട് കൂടി ആരാധനയിൽ മുഴുകണം. 100 പേരെ കൊന്ന അദ്ദേഹത്തോട് പുരോഹിതൻ പറയുകയാണ്, നീ ഇന്ന സ്ഥലത്ത് പോകണം. അവിടെ ധാരാളം പേര് ആരാധനയിൽ മുഴുകുന്നുണ്ട്. അവരുടെ കൂടെ നീയും ആരാധനയിൽ മുഴുകണം എന്ന് പറഞ്ഞു. നിന്റെ നാട് മോശമാണ്, അതിനാൽ അവിടേക്ക് ഇനി നീ മടങ്ങരുത്. ആ പണ്ഡിതൻ പറഞ്ഞുകൊടുത്തു. ആ പുരോഹിതനെ പറഞ്ഞുകൊടുത്തു. അങ്ങനെ അദ്ദേഹം ആ നാട്ടിലേക്ക് തിരിച്ചു. വഴി മധ്യേ അദ്ദേഹത്തെ മരണം പിടികൂടി. റഹ്മത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ മലക്കുകളും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തർക്കം കൂടി. പശ്ചാത്താപിച്ചവനായ ഹൃദയത്തോടെ അള്ളാഹുവിലേക്ക് മുന്നിരിച്ചു കൊണ്ടുവന്നവനാണവൻ ഇദ്ദേഹം എന്ന് റഹ്മത്തിൻ്റെ മലക്കുകളും ഇദ്ദേഹം നന്മയായി ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് അദാബിൻ്റെ മലക്കുകളും പറഞ്ഞു. അപ്പോൾ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ വന്നോ അവർക്കിടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് പറഞ്ഞു, 2 ഭൂമികൾക്കിടയിലും നിങ്ങൾ അളക്കണം. അദ്ദേഹം വരുന്ന നാടും ഇനി അദ്ദേഹം പോകുന്ന നാടും. ഏതു നാട്ടിലേക്കാണോ അദ്ദേഹം കൂടുതൽ അടുത്തത് അതാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ അവർ അളന്നു. അദ്ദേഹം പോവാൻ ഉദ്ദേശിച്ച നാട്ടിലേക്കാണ് ഏറ്റവും അടുത്തതെന്ന് അവർ കണ്ടെത്തി. അങ്ങനെ അദ്ദേഹത്തെ റഹ്മത്തിൻ്റെ മലക്കുകൾ കൊണ്ടുപോയി. അള്ളാഹു കൂടുതൽ പൊറുക്കുന്നവനും അനുഗ്രഹം ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ആകാശം അറിയരുത്. അവൻ മുഴുവൻ ദോഷങ്ങളും പുറത്തു തരും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ആകാശം അറിയരുത്. അവൻ മുഴുവൻ ദോഷങ്ങളും പുറത്തു തരും. അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ ദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. അപ്പോൾ മനസ്സിലാക്കുക പാഠഭാഗം. തദ്രിബാത്തിൽ വന്ന പാഠങ്ങൾ പറയുന്നുണ്ട്. വാഹിദ് ഇഷ്റൂന്, വാഹിദും വ ഹംഷൂന്, വാഹിദും വ തിസ്ഊന്. അത് എണ്ണം നന്നായിട്ട് പഠിക്കുക. എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. 91 എന്നതിൻ്റെ അറബിയിൽ എന്താ പറയുക? വാഹിദും വ തിസ്ഊൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. പാഠഭാഗത്തിൻ്റെ തദ്രിബാത്ത് കംപ്ലീറ്റ് ആക്കുക. പാഠഭാഗത്തിൻ്റെ
പാഠഭാഗം വീഡിയോ ചെയ്തതൊക്കെ കണ്ടിട്ട് അതിൽ തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. പാഠഭാഗങ്ങൾ ഇനി പ്ലേലിസ്റ്റ് അയച്ചു തരേണ്ടവർ ഒന്ന് മൊബൈൽ നമ്പറിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. പാഠഭാഗം കൂടി നമ്മൾ ഈ റിവിഷൻ്റെ കൂടെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത പാഠത്തിലേക്ക് കിടക്കാം നമുക്ക്. അടുത്തത് 10ാമത്തെ ചാപ്റ്റർ. 10ാമത്തെ ചാപ്റ്ററിൽ എന്താണ്? യാക്രം ബൈത്താണ്. അപ്പോൾ ആ ബൈത്ത് നന്നായിട്ട് പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും, സാര എഴുതാൻ വരും. അപ്പോൾ ഇതിൻ്റെ പാഠഭാഗത്തിൻ്റെ വീഡിയോ നന്നായിട്ട് കണ്ട് പാഠഭാഗത്തിൻ്റെ ഓരോ ലൈനിൻ്റെയും ഓരോ ബൈത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. അപ്പോൾ അത് മനസ്സിലാക്കുക. തദ്രിബാത്തിൽ ജംഅകൾ പറയുന്നുണ്ട്, അത് നന്നായിട്ട് പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇത് ഓരോന്നിൻ്റെ അർത്ഥം ഇതിൽ വീഡിയോയിൽ പറയാം. വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ മാത്രമുള്ള വീഡിയോ പോയി നോക്കുക. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം, നമ്മൾ വീഡിയോസിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ എല്ലാവർക്കും പാഠഭാഗങ്ങളൊക്കെ കണ്ട് നോക്കണമെങ്കിൽ അതിലേക്ക് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരുന്നുണ്ട്. നന്നായി പഠിക്കുക. അപ്പോൾ മാച്ച് ചെയ്യാനൊക്കെ വരും ബൈത്തുകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി 11ാമത്തെ പാഠത്തിൽ എന്താ പറയുന്നത്? യാ ബുനയ്യ കും ഫസല്ലി ബില്ലൈലി. മകനെ എഴുന്നേൽക്കൂ, രാത്രി നിസ്കരിക്കൂ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. നമ്മൾ ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട് അത്. മോനെ എഴുന്നേൽക്കൂ, നിസ്കരിക്കൂ എന്നതിൻ്റെ അറബി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. യാ ബുനയ്യ കും ഫസല്ലി. മകനെ എഴുന്നേൽക്കൂ, നിസ്കരിക്കൂ എന്ന്. അപ്പോൾ ബില്ലൈലി എന്നാൽ രാത്രി നിസ്കരിക്കൂ. അപ്പോൾ അത് അവിടെ വന്നിട്ടില്ല, എന്നാലും മനസ്സിലാക്കി പഠിക്കുക. അപ്പം എന്താ ഈ പാഠത്ത് പറയുന്നത്? കുട്ടി മദ്രസയിൽ ഖുർആൻ പഠനം ആരംഭിക്കുകയാണ്. ആരാണ് ആ കുട്ടി എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമുക്ക് പറയാം, പേര് പറയാം. നമുക്ക് പാഠഭാഗം ആദ്യം പറയാം കേട്ടോ. ഖുർആൻ പഠനം ആരംഭിച്ചു. അങ്ങനെ മുസമ്മിൽ സൂറത്ത് എത്തി. ആദ്യത്തെ 2 ആയത്തുകൾ ഓതിയപ്പോൾ പിതാവിനോട് ചോദിച്ചു. എന്താണ് മുസമ്മിൽ സൂറത്ത് ഓതിയ കുട്ടി പിതാവിനോട് ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? ആരോടാണ് അള്ളാഹു രാത്രി നിസ്കരിക്കാൻ കൽപ്പിച്ചത്? പിതാവിനോട് ചോദിച്ചു. പിതാവ് എന്താണ് മറുപടി പറഞ്ഞത്? പിതാവ് പറഞ്ഞത് മുത്ത് മുഹമ്മദ് നബിയോടാണ് അള്ളാഹു രാത്രി നിസ്കരിക്കാൻ പറഞ്ഞത്. അപ്പോൾ കുട്ടി വീണ്ടും ചോദിക്കുകയാണ്, നബി തങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്തേ ചെയ്യാത്തത്? അത് മുത്ത് നബിക്ക് അള്ളാഹു നൽകിയ പവിത്രമായ ഒരു കാര്യമാണെന്ന് പിതാവ് പറയുന്നു. അങ്ങനെ കുട്ടി മുസമ്മിൽ സൂറത്ത് തുടർന്ന് ഓതുകയാണ്. ഓതി 19ാമത്തെ ആയത്തുകൾ കടന്നപ്പോൾ ആയത്തിൻ്റെ സാരം, 19ാമത്തെ ആയത്തെത്തിയപ്പോൾ ആയത്തിൻ്റെ സാരം പറയാണ്. താങ്കളും താങ്കളുടെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും രാത്രിയുടെ 2/3 സമയവും ചിലപ്പോൾ പകുതിയും ചിലപ്പോൾ 1/3 നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടെന്ന് തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് അറിയുന്നുണ്ട്. ആ അർത്ഥം വായിച്ച കുട്ടി പിതാവിനോട് ചോദിച്ചു, നബി തങ്ങളുടെ കൂടെ നിസ്കരിക്കുന്ന ഈ കൂട്ടർ ആരാണെന്ന്. പിതാവ് പറഞ്ഞു കൊടുത്തു, നബി തങ്ങളുടെ കൂടെ സഹാബത്താണ് നിസ്കരിച്ചത്. കാല അസ്ഹാബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണെന്ന് പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെന്താണ്? കുട്ടി അപ്പോൾ പിതാവിനോട് ചോദിച്ചു, എന്താണ്? അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? പൊന്നുമോനെ, അവർക്ക് അള്ളാഹു രാത്രി നിസ്കാരത്തിന് ശക്തി നൽകിയിട്ടുണ്ട്. കുട്ടി ചോദിക്കുന്നു, പിതാവിനോട് കുട്ടി പറയാണ്, പിതാവേ, നബിയെയും സഹാബത്തിനെയും അനുകരിക്കാത്തവരിൽ ഒരു ഗുണവുമില്ല. ആരിൽ? ചോദ്യം വരാം. ആരിലാണ്? പിതാവിനെയും നബിയെയും സഹാബത്തിനെയും അനുകരിക്കാത്തവരിൽ ഒരു ഗുണവുമില്ല എന്ന് പിതാവിനോട് പറഞ്ഞു കൊടുക്കുന്നു. പിതാവ് രാത്രി നിസ്കാരം ആരംഭിക്കുന്നു. കുട്ടി വീണ്ടും ചോദിക്കുന്നു, പിതാവേ, രാത്രി നിസ്കാരം എന്നെയും പഠിപ്പിക്കുമോ? പിതാവ് മോനോട് പറഞ്ഞു, മോനെ നീ കുട്ടിയാണ്. യാ ബുനയ്യ ഇന്നക സ്വയറു. നീ ചെറിയ കുട്ടിയാണെന്ന് പിതാവ് പറയുന്നു. ഉലാമുല്ലി അബി. കുട്ടി ഉപ്പയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അന്ത്യനാളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയാൽ സ്വർഗാവകാശികളോട് സ്വർഗം കൊണ്ട് കൽപ്പിക്കുകയും ചെയ്താൽ
ഞാൻ പറയും, ഞാൻ രാത്രി നിസ്കരിക്കാൻ ആഗ്രഹിച്ചിരുന്നു, എൻ്റെ പിതാവ് എന്നെ വിലക്കി. യാ ബുനയ്യാക്കും ഫസല്ലി ബില്ലേലി, പൊന്നുമോനെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൂ എന്ന് പിതാവ് കുട്ടിയോട് പറയുന്നു. അപ്പോൾ അത് എന്തായാലും പഠിക്കാം. യാ ബുനയ്യ കും ഫസല്ലി. അപ്പോൾ ഇത് ആരാ പറഞ്ഞത്? മാച്ച് ചെയ്യാൻ വരും. ആരാണ് പറഞ്ഞത്? അബുൽ യസീദു ബിസ്തമി ഖദ്ദസുല്ലാഹു സിറുൽ അസീസ്. ആ കുട്ടിയാണ് അബുൽ യസീദ് ബിസ്തമി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? അള്ളാഹു സന്മാർഗം നൽകിയ കുട്ടി, അവൻ കാരണത്താൽ അവൻ്റെ പിതാവിനും അള്ളാഹു സന്മാർഗം നൽകി. അള്ളാഹു സന്മാർഗം നൽകിയ കുട്ടി, അവൻ കാരണത്താൽ അവൻ്റെ പിതാവിനും അള്ളാഹു സന്മാർഗം നൽകി. കുട്ടി കാരണം പിതാവിനും സന്മാർഗം നൽകി. മനസ്സിലാക്കുക. ആരായിരുന്നു ആ കുട്ടി? അബുൽ യസീദുൽ ബിസ്തമി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാൽ മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനായി തീർന്നു. അവൻ്റെ പിതാവിനെയും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ ആദരണീയ സ്വഹാബത്തിനെയും അനുകരിക്കുന്നവരുമാക്കി. ഈ കുട്ടിയാണ് അബുൽ യസീദ് ബിസ്തമി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. ത്വയ്ഫൂർ ഇബ്നു ഈസൽ ആരിഫു മഅറൂഫു. പ്രപഞ്ചത്യാഗിയായ അള്ളാഹുവിൻ്റെ വലിയ ത്വയ്ഫൂർ ഇബ്നു ഈസൽ ആരിഫുൽ മഅറൂഫ്. മനസ്സിലാക്കുക. പ്രപഞ്ച ത്യാഗിയായ അള്ളാഹുവിൻ്റെ വലിയ. മനസ്സിലാക്കുക. അപ്പോൾ അത് മാച്ച് ചെയ്യാൻ വരും. അബുൽ യസീദുൽ ബിസ്തമി ത്വയ്ഫൂർ ഇബ്നു ഈസൽ ആരിഫ്. മനസ്സിലാക്കി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ സലാമിനെ പരത്തുകയും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ആളുകൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗം പുൽകാം. സുരക്ഷിതമായി സ്വർഗം പുൽകാം. മാർക്ക്. സ്വർഗപ്രവേശനത്തിനുള്ള 3 കാര്യങ്ങൾ എന്തെല്ലാം? അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അവിടെ അറബിയിൽ കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സു സലാമെ വാതിഉ താമ വസല്ലു ബില്ലൈലി വന്നാസി നിയാമുൻ തദ്ഖുലുൽ ജന്ന ബിസലാമി. മനസ്സിലാക്കി പഠിക്കുക. എന്താണ്? നിങ്ങൾ സലാമിനെ പരത്തുകയും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ആളുകൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗം പുൽകാം. മനസ്സിലാക്കുക. തദ്രിബാത്തിലുള്ളതൊക്കെ മനസ്സിലാക്കുക. പാഠഭാഗം മനസ്സിലാക്കുക. തദ്രിബാത്തിലെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അറബിയിലാക്കാനുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത പാഠം നോക്കാം. അടുത്ത 12ാമത്തെ പാഠം സൂറത്തുൻ നാസിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. സൂറത്തുൻ നാസ് എന്താണ് അതിൽ പറയുന്നത്? ഈ സൂറത്തിൻ്റെ പദവി. ഫാത്തിഹത്തുൽ കിതാബാണ് ഖുർആനിലെ ആദ്യ സൂറത്ത്. നേരായ മാർഗത്തിലേക്കുള്ള ദർശനത്തെ ചോദിക്കുവാൻ അതിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു. സൂറത്തുൽ ഫാത്തിഹയിലൂടെ നേരായ മാർഗത്തിലേക്ക് ദർശനം ചോദിക്കുവാൻ അതിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. ഖുർആനിലെ അവസാന സൂറത്തായ സൂറത്തുൻ നാസ് നേരായ മാർഗത്തെ തൊട്ട് തെറ്റുന്നതിൽ നിന്നെല്ലാം കാവലിനെ ചോദിക്കാൻ അതിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. സൂറത്തുൻ നാസിലൂടെ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? നേരായ മാർഗത്തെ തൊട്ട് തെറ്റുന്നതിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ അതിലൂടെ അള്ളാഹു തആല നമ്മെ പഠിപ്പിച്ചു. അപ്പം നന്നായി മനസ്സിലാക്കുക. ചോദ്യം വരാം, എഴുതാൻ കഴിയണം. അടുത്തതാ, ഈ 2 സൂറത്തുകൾക്കിടയിൽ നേരായ മാർഗത്തിൻ്റെ വിശദീകരണം അള്ളാഹു വ്യക്തമാക്കി തന്നു. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൻ നാസിൻ്റെയും ഇടയിൽ നേരായ മാർഗത്തിലേക്കുള്ള വിശദീകരണം അള്ളാഹു തആല നമുക്ക് വ്യക്തമാക്കി തന്നു. നേരായ മാർഗത്തിലേക്കുള്ള വിശദീകരണം അള്ളാഹു വ്യക്തമാക്കി തന്നത് എന്തിലൂടെയാണ്? സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൻ നാസിൻ്റെയും ഇടയിലൂടെ. 2 സൂറത്തുകൾക്കിടയിലായിട്ട്. മനസ്സിലാക്കുക.
സൂറത്തുൽ ഫലക്ക് ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കലാണ്. സൂറത്തുൽ ഫലക്ക്. അപ്പോൾ സൂറത്തുൻ നാസ് മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കലാണ്. അപ്പോൾ അത് രണ്ട് നന്നായി പഠിക്കാം. ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കലാണ് സൂറത്തുൻ നാസ്. മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കലാണ് സൂറത്തുൽ ഫലക്ക്. മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കലാണ് സൂറത്തുൻ നാസ്. അപ്പോൾ ഫലക്കിനെയും നാസിനെയും കുറിച്ച് മനസ്സിലാക്കുക. ഫലക്കിനെ സൂറത്തുൻ നാസിനേക്കാൾ മുന്തിച്ചു. കാരണം എന്താണ്? ശാരീരികമായ രക്ഷ എന്നത് മാനസിക രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ്. മാർഗങ്ങളെ ലക്ഷ്യങ്ങളെക്കാൾ മുന്തിക്കപ്പെടണം. അതിനാണ് സൂറത്തുൽ ഫലക്കിനെ സൂറത്തുൻ നാസിനേക്കാൾ മുന്തിച്ചത്. മനസ്സിലാക്കി പഠിക്കുക. അതൊക്കെ വരാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഈ സൂറത്ത് മുഅവ്വിദത്തയിൽ പെട്ടതാണ് സൂറത്തുൽ നാസ്. അത് രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യൽ സുന്നത്താണ്. 5 വക്ത് നിസ്കാരങ്ങളുടെ ഉടനെയും വിരിപ്പിലേക്ക് ചായുമ്പോഴും മരണം, വിഷം, രോഗം, കണ്ണേറ് എന്നിവക്ക് മന്ത്രിക്കുമ്പോഴും പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോൾ സൂറത്തുൻ നാസ് പാരായണം ചെയ്യൽ സുന്നത്തുള്ള സന്ദർഭങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഇതൊക്കെ എഴുതാം. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും രാവിലെയും വൈകുന്നേരവും വിരിപ്പിലേക്ക് ചായുമ്പോഴും മരണം, വിഷം, രോഗം, കണ്ണേറ് എന്നിവക്ക് മന്ത്രിക്കുമ്പോഴും പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ സൂറത്തിനെ പറ്റി പറയുന്നത്. സൂറത്തിൻ്റെ ആശയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തഫ്സീർ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കണം. എന്താണ് മലിക്കിന്നാസ് എന്നതിൻ്റെ ആശയം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് വരാം. റബ്ബിന്നാസ്. അപ്പോൾ ഇവിടെ ആശയം വന്നത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ വോയിസിൽ ഉൾപ്പെടുത്തണ്ട. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പാഠഭാഗം ഇതിൻ്റെ കൂടെ തുറന്നിട്ട് ഇത് പഠിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. തദ്രിബാത്ത് വന്ന ചോദ്യങ്ങളും മാനിൽ കലിമാത്ത് ഒക്കെ നന്നായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പാഠം നോക്കാം. അടുത്തത് 13ാമത്തെ പാഠം. നമ്മളൊരു ഉസ്താദും കുട്ടികളും തമ്മിലുള്ളൊരു സംഭാഷണമാണ് പഠിച്ചത്. അപ്പോൾ അതിൽ ഓരോ വാക്കുകളും അർത്ഥങ്ങളും നന്നായി മനസ്സിലാക്കുക. എന്താണ് അതിൽ? അൽ ഹലറ ജമിയുൻ എന്തായിരുന്നു? അങ്ങനെ പറഞ്ഞാൽ ഉസ്താദ് ചോദിക്കുകയാണ് എല്ലാവരും വന്നിട്ടുണ്ടോ. അപ്പോൾ അബ്ദുൽ ഗഫൂർ വന്നിട്ടില്ല. അബ്ദുൽ ഗഫൂർ ഹാജറില്ല എന്നാണ്. ആയിബ് എന്നാൽ അബ്ദുൽ ഗഫൂർ ഹാജറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഈ പാഠത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കണം. പിന്നെന്താണ്? ഹുമ്മ് എന്ന് പറഞ്ഞാൽ പനി. മനസ്സിലാക്കുക. അസാബഹു ഹുമ്മ് പനിയാണെന്ന് പറയില്ല, അതാണ്. ഹുദൂ ദഫാത്തിറക്കും എന്താണ്? നോട്ട് ബുക്ക് എടുക്കൂ. വഅറൂനി വാജിബൽ മൻസിലി ഹോംവർക്ക് കാണിക്കൂ. ദഫാത്തിറക്കും നോട്ട് ബുക്ക് എടുക്കൂ. വഅറൂനി വാജിബൽ മൻസിലി ഹോംവർക്ക് കാണിക്കൂ. അപ്പോൾ ഹോംവർക്കുകൾ കാണിക്കൂ എന്നതിൻ്റെ അറബി എന്ത്? നോട്ട് ബുക്ക് എന്നതിൻ്റെ അറബി എന്ത് എന്നൊക്കെ മോഡൽ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. അതുപോലെ എല്ലാവരും മനസ്സിലാക്കി. ദഫ്തറ നോട്ട് ബുക്ക്. ദഫ്തറ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക്. അപ്പോൾ ഈ പാഠത്തിൻ്റെ തദ്രിബാത്തിൽ വന്ന മീനിങ്ങും പാഠങ്ങളിൽ വരുന്ന മുഷ്കിലാത്ത് പറഞ്ഞാൽ ഹോംവർക്ക്, പ്രോബ്ലം എന്നൊക്കെ പറയും. റന്നൽ ജറസ് എന്ന് പറഞ്ഞാൽ ബെല്ലടിച്ചു. മുഷ്കിലാത്തിഹിം ഹോംവർക്കുകൾ. ഹിസ്സത്തിൻ ഉഹ്റ മറ്റൊരു പിരീഡ്, അടുത്ത പിരീഡ് എന്നൊക്കെ പറയാം. പിരീഡ് ഹിസ്സ എന്ന് പറഞ്ഞാൽ പിരീഡ്. മനസ്സിലാക്കുക. അപ്പോൾ പാഠത്തുനിന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വേർഡുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി അർത്ഥം പഠിക്കട്ടോ. തദ്രിബാത്തിൽ വന്ന മീനിങ്ങുകളൊക്കെ പഠിക്കുക. അതാണ് ഈ പാഠത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറബി പാഠം നോക്കാം. ഇനി
അടുത്തത് 14-ാമത്തെ പാഠം മിൻ ജവാമിൽ കലിമി എന്ന പാഠം. എന്താണ് അവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇന്നൽ അഅ്മാലു ബിന്നിയാതി വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് പറയുന്നത്? നിയ്യത്തനുസരിച്ച് മാത്രമാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക. ഓരോ വ്യക്തിയും അവനവൻ്റെ നിയ്യത്തനുസരിച്ച് പ്രതിഫലം ലഭിക്കും. ഓരോ വ്യക്തിക്കും അവനവൻ്റെ നിയ്യത്തനുസരിച്ചാണ് അത് പരിഗണിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം. സാര എഴുതാൻ വരും, മാച്ച് ചെയ്യാൻ വരും. ഇന്നൽ അഅ്മാലു ബിന്നിയാത്തി, അടുത്തതിൽ വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. അങ്ങനെ മാച്ച് ചെയ്യാൻ വരും, സാര എഴുതാൻ വരും. പിന്നെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും, ഇതിൻ്റെ അർത്ഥത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത എന്താണ് പറയുന്നത്? അപ്പോൾ ഞാൻ ഇവിടെ ഇത് വായിക്കുന്നില്ല, അർത്ഥം മാത്രമാണ് പറയുന്നത്, മനസ്സിലാക്കുക. അടുത്തത്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കുക. അവനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നുണ്ട്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അറിയുക, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, വഹിയ കൽബുൻ, അത് കൽബാണ്. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാവും, അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയാവും. അതാണ് ഹൃദയം, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ദീൻ എന്നാൽ നസീഹത്താണ്. ദീൻ എന്നാൽ നസീഹത്താണ്. അദ്ദീനു നസീഹത്ത്. ദീൻ എന്നാൽ എന്ത്? അത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. ഞാൻ ഏതൊരു കാര്യത്തെ തൊട്ട് നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഏതൊരു കാര്യം നിങ്ങളെ ഞാൻ കൽപ്പിച്ചുവോ അത് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കൊണ്ടുവരിക. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് മുസ്ലിം, ബുഖാരി മുസ്ലിം അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കാൻ പറഞ്ഞതിന്, ചെയ്യാൻ പറഞ്ഞതിന് ചെയ്യുക. ഞാൻ ഏതൊരു കാര്യത്തെ തൊട്ട് നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഏതൊരു കാര്യം നിങ്ങളെ ഞാൻ കൽപ്പിച്ചുവോ അത് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കൊണ്ടുവരിക. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് മുസ്ലിം, ബുഖാരി മുസ്ലിം അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കാൻ പറഞ്ഞതിന്, ചെയ്യാൻ പറഞ്ഞതിന് ചെയ്യുക. വിലക്കിയതിനെ ഒഴിവാക്കുക, അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത്, അല്ലാഹു നല്ലവനാണ്, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല, മനസ്സിലാക്കുക. ഡാഷ് അല്ലാഹു നല്ലതാണ്, ഡാഷ് സ്വീകരിക്കുകയില്ല, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അല്ലാഹു നല്ലതല്ലാതെ സ്വീകരിക്കുകയില്ല, മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ദഅ്മാ എരീബുക്ക ഇലാമാല എരീബുക്ക. എന്താണ്? സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക. സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക. അടുത്തതാ, നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടത് സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരൂട്ടത്. അടുത്തത് എന്താണ്? ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ തൻ്റെ അയൽക്കാരനെ ആദരിക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ തൻ്റെ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, അതിഥികളെ സ്വീകരിക്കട്ടെ, അയൽക്കാരെ ആദരിക്കട്ടെ, ഒക്കെ മനസ്സിലാക്കട്ടോ. അപ്പോൾ അതൊക്കെ 5 ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 5 ഹദീസുകൾ
എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഈ പാഠത്തുനിന്ന്. അപ്പോൾ ഇതിൻ്റെ തദ്രിഭാഗത്തിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാലൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. തദ്രിഭാഗത്തിലുള്ള നുതർജിമു ഇലാ ലൊഴ്ത്തിന അർത്ഥം എഴുതാനൊക്കെ വന്നത് അതുപോലെയൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ ഓരോന്നിൻ്റെയും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് നിങ്ങളുടെ തസ്കിയത്തുൽ വിൽദാനിൽ പാഠഭാഗങ്ങളിൽ വന്ന മനസ്സിലാക്കി പഠിക്കേണ്ട ഭാഗങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി പഠിച്ച് ഉപകാരപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.